വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രഭാവമായ യഥാർത്ഥം എഴുതിയിട്ടും അല്ലാണ്ട് ഉപയോഗിക്കില്ല. അതൊക്കെ കൊള്ളരാത്ത ആളുകളെ പറ്റി. അതൊക്കെ ഭഗവാനെ പോലെ കാണും, ഈശ്വരനെ പോലെ കാണണം ഭർത്താവിനെ, ഈശ്വരനെ പോലെ കാണണം പ്രിയതമേ. തന്റെ പ്രിയതമെ അടിച്ച് ഇടിക്കുക, കുത്ത ചവിട്ടുക, എന്തുവാവാം. അങ്ങനെയല്ല. ഇഷ്ടപ്രാണീശ്വരി, ഇഷ്ടപ്രാണീശ്വരൻ. ഇതാണല്ലോ ദാമ്പത്യം. ഐക്യമാണെങ്കിൽ ദൈവാധീനം. ഭഗവാൻ എത്ര യോഗ്യനായിട്ടുള്ള സംഹാരമൂർത്തിയ. അതേപോലെ ഭഗവതി ദേവനം ചെയ്യുന്നവളാ. ദേവനം ചെയ്യുന്നവളാ ദേവി. ദേവി സാ ഉമാ സോമചൂടം. സോമചൂടിനെ ഞാൻ ഇവിടെ വെച്ച് സോമനെ കാണുന്നിരിക്കുന്നത്. കാരണം എനിക്ക് വേണ്ടപ്പെട്ട സോമൻ ഇവിടെ എന്താണുള്ളത്. ഞാൻ ഇവിടെ വന്നപ്പോഴാ മനസ്സിലാക്കി എന്തൊക്കെ ഒരു സുന്ദരനാട്ടോ. ആര് വിചാരിച്ചതുകൊണ്ട് ഞാൻ അത്ര വർദ്ധനയൊന്നും എനിക്ക് തോന്നില്ല. അത്ര വേമാണ് സോമൻ. കുറച്ച് സമ്പ്രദായത്തിലൊക്കെ തലയ്ക്കൊക്കെ മാറ്റം വന്നിട്ടുണ്ടെന്ന് തലയുണ്ട്. യാതൊരു മാറ്റമില്ല. സുന്ദരൻ, സുമുഖൻ, കരോലീനി ശങ്കരാചാര്യ പറയട്ടെ. സോമത്തിന് മറ്റു ഉമയാകുമ്പോ നമുക്ക് കാര്യമായിട്ട് നോക്കിയിട്ട് ഇങ്ങോട്ട് നോക്കും. ഇങ്ങോട്ട് നോക്കാം. പ്രാർത്ഥിക്കാൻ നോക്കാം. ഇങ്ങോട്ട് നോക്കാം. അടിയനെ നോക്കണേ. അടിയനെ വിളിക്കണേ. ഭർത്താവാ വേണ്ടിയല്ല. ഭർത്താവൊന്നും ആരും സാധാരണ ഭാര്യമാരെ വിളിക്കാറുണ്ട്. വിളിക്കണമെന്നല്ല. യോഗ്യന്മാരായിട്ട് ഉന്നതന്മാരായിട്ട് ആളുകളാവുമ്പോൾ പരസ്പരം ശബ്ദം ഉണ്ടാക്കിയിട്ടൊക്കെ വിളിക്കുക. വിവാഹം കഴിഞ്ഞു. അതേ ഇവിടെ ഇങ്ങോട്ട് നോക്കൂന്ന് എനിക്ക് സാധാരണ എന്ന് വെച്ചാൽ എല്ലാവരും ഇവിടെയൊക്കെ അധികം ഉണ്ടാവുള്ളൂ. വിളിക്കാറിയേ ചില ഭാര്യമാരൊക്കെ ഭർത്താക്കന്മാരെ വിളിക്കുകയും വരച്ച വരെ നിൽക്കുന്ന ഭർത്താക്കന്മാരൊക്കെ വരച്ച വരെ നിൽക്കുന്ന ഭാര്യമാരൊക്കെ വിളിക്കുകയും 7 വർഷം ഓട്ടിയിട്ട് വരും ഭർത്താക്കന്മാര്. അതൊക്കെ കൊള്ളാത്ത ആളുകളാ. ഇതല്ല. ആ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഭക്തി, ബഹുമാനം, സ്നേഹം. അതെ ഇവിടെ ഇങ്ങോട്ട് നോക്കൂന്ന് എനിക്കേ പറയാ. എന്നുവെച്ചു വല്ലവരോട് പറയുന്നത് ഇവിടെ കണ്ടവൻ ആരുടെ നിന്റെ എപ്പോ സദ്യക്ക് എവിടെ അവിടെ മനസ്സിലായി. അദ്ദേഹം സാധാരണക്കാർക്ക് മനസ്സിലാവും. അത് മനസ്സിലായിട്ടോ. കുട്ടരച്ചനാണ്. ഏത് കുട്ട? എൻ്റെ കുട്ടരച്ചനാണ്. അങ്ങനെ ഭാഷയുണ്ട്. കുട്ടരച്ചൻ ഭാവം എന്ന് പറയാൻ വേണ്ടി. അതല്ലാതെ ആരാ കൂടെ കണ്ടത്? കുഞ്ഞിലച്ഛനാ. ഏതൊരച്ഛൻ? എൻ്റെ കുഞ്ഞിലച്ഛൻ ഭർത്താവിന്. ഇതൊന്നും അല്ലെങ്കിലും ആരാ കൂടെ കണ്ടത്? എന്താ അതിനെതിരെ ഭാര്യമാര്. ഇതൊക്കെ ഈ പരസ്പര ബഹുമാനവും സ്നേഹവും കാരണമാണ്. എന്നുവെച്ചാൽ എല്ലാവരും കൂടി കേട്ടോ. തൻ്റെ പ്രിയവനാ, ദേവദേവനാ, സംഹാരമൂർത്തിയാ. താൻ ഭക്തന്മാർക്ക് മുഖ്യ ബന്ധുവാണോ. അപ്പൊ ഭക്തവാത്സല്യം ദേവനേക്കാൾ പരിഗണന സേവിക്കുക. അത് അവിടെ ഭഗവതിയെ സേവിക്കുന്തോറും സർവാഭീഷ്ടത്തിനും പ്രദാനം ചെയ്യാൻ സന്നദ്ധയൊക്കെ എഴുതിയിരിക്കുക. വരാൻ ആർക്കും തോന്നില്ലേ? സേവിക്കുന്ന പോലെ അങ്ങനെ എങ്ങനെ ഉണ്ടാകുന്നു അതുപോലെ ഇങ്ങോട്ട് വരികയെ തന്നെയാണല്ലോ. ഒന്നും സഹായിക്കാം. ഭഗവാനെ ഞാൻ നോക്കാക്കാനും കഴിയാം. ക്ഷിപ്രപ്രസാദി ക്ഷിപ്രബോധ്യ സാധാരണ കേൾക്കാനില്ല. അതേ ചിലപ്പോൾ ദേഷ്യത്ത് കൂടി ഒന്നാമത് കൊണ്ട് കയറിയ ദേഷ്യം കൊണ്ട് കയറി അങ്ങനെ ദേഷ്യം കൊണ്ട് കഴിഞ്ഞാൽ ഭക്തന്മാരുടെ കഥ കഴിയും. മൂന്നാമത്തെ കണ്ട് വിളിച്ചാൽ മതി. ആരും തന്റെ ഭക്തന്മാർ ഇങ്ങോട്ട് നോക്കും. അതേ ഇപ്പൊ പറഞ്ഞാലേ ഇപ്പൊ സ്നേഹമില്ലാത്ത സാധനം. എന്താ കരയാണ്ടായി? അത് എന്താ കരയാണ്ടായി? എന്തെങ്കിലും ചോദിച്ചില്ല കൊണ്ടുമില്ല. ചോദിച്ചില്ല വിളിച്ച് വിളിച്ചു കഴിഞ്ഞാൽ സ്നേഹത്തെ വേണ്ടി കേട്ടാൽ കരയിപ്പിച്ചാൽ പറ്റുമോ? കരയിപ്പിക്കേ അവിടെ തന്നെ. ഇതൊക്കെ നല്ലതായിട്ട് കൂടുതലാണ്. മനസ്സിലായിക്കോളൂ. ആഗ്രഹങ്ങളൊന്നും സാധിപ്പിക്കാൻ പറ്റാത്ത ഭർത്താക്കന്മാർക്ക് ഉപയോഗിക്കാൻ കൂടി ഇവിടെ ചോദിച്ചാൽ മനസ്സിലാവും. എല്ലാവർക്കും പറ്റി. ഉന്നതമായിട്ടുള്ള വിരാഗീയമാവുക, ഏറ്റവും സ്നേഹസമ്പന്നമായിട്ടുള്ള ഭർത്താവുള്ള തന്റെ ഭർത്താവിനെ തന്റെ പ്രിയവിനെ വിഷമിപ്പിക്കാതെ താൻ ആഗ്രഹിച്ച കാര്യം സാധിപ്പിച്ചെടുക്കാൻ വേണ്ടി മാത്രം സമയം പോലെ സന്ദർഭം നോക്കി കാര്യം പറയുമ്പോൾ കുറേശ്ശെ കരയും. എന്നിട്ട് കേട്ടില്ലെങ്കിൽ പറയും. എന്നിട്ട് കേട്ടില്ലെങ്കിൽ കരഞ്ഞ് പറയും. എന്നിട്ടും കേട്ടില്ലെങ്കിൽ പറഞ്ഞ് കരയും. എന്നിട്ടും കേട്ടില്ലെങ്കിൽ കരഞ്ഞ് പറയും. എന്നിട്ടും കേട്ടില്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമായിട്ട് ഇപ്പൊ ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. കാര്യം എവിടേക്ക് പോയിട്ട് ഭർത്താവൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം സുഖമായിട്ട് കഴിഞ്ഞു. പിന്നെ പറ്റും ആഗ്രഹമായിരുന്നു. ആഗ്രഹിക്കാത്ത എല്ലാവരെയും പോയി ഈ ലോകത്തിങ്കൽ എല്ലാവർക്കും അദ്ദേഹം നോക്കി. അതുകൊണ്ട് കാര്യമില്ല. എന്തായാലോ ആ കുട്ടിക്കാലത്ത് ആഗ്രഹിച്ചത് അതുകൊണ്ട് ഇപ്പൊ ഒഴുകി കാലത്തില്ല. അവരായി ഇതേപോലെ ആഗ്രഹം സാധിക്കുന്നതായിട്ട് എത്രയും നിരാശപ്പെടുന്നു. എന്താ കാരണം? ഗ്രഹിച്ചിട്ട് ആഗ്രഹിക്കുമ്പോൾ നിരാശിക്കാവില്ല. അത് എല്ലാവർക്കും പറ്റില്ലേ? ഗ്രഹിക്കേണ്ട എന്താണോ ഗ്രഹിക്കേണ്ടത് അത് വേണ്ട പോലെ ഗ്രഹിക്കാൻ സാധിക്കണം. അപ്പോഴോ വേറെ ആഗ്രഹം ഉണ്ടാവില്ല. എന്തെങ്കിൽ തന്നെ ആഗ്രഹം സമ്പൂർണ്ണമാവും. അതാകുമ്പോ യോഗ്യന്മാരുടെ സ്വഭാവം. എനിക്ക് വേറൊന്നും ആഗ്രഹമില്ല. എനിക്ക് ആവശ്യമൊന്നുമില്ലേ. എന്നെ കൊണ്ട് ആവശ്യം എന്തൊക്കെ വെച്ചാൽ അതൊക്കെ ലോകത്തിലേക്കുള്ളതാ. പിന്നെ പറയേണ്ട ആവശ്യമില്ലോ. അതാണ്
മറുപടിയാവുകൊണ്ട് വേറൊന്നും ആവശ്യം നിർബന്ധിച്ചു ഒന്ന് പുറപ്പെടുന്നു. എന്താ പുറപ്പെടാൻ? ആ ഉണ്ണി അത് എത്ര കാലായിട്ട് സേവിക്കാൻ തുടങ്ങിയിട്ട് നീയെങ്കിലും പുറപ്പെട്ടില്ലെങ്കിൽ മുഷ്ടിപ്പോണ്ട് കരയാൻ പറഞ്ഞത്. കരയല്ല, കരച്ചേണ്ടി പാത്രത്തിലാക്കി വെച്ച് കൊടുക്കുക. എല്ലാവർക്കും പറ്റില്ല, എല്ലാ സ്ത്രീകൾക്കും പറ്റില്ല. തൻ്റെ പ്രിയതമന്റെ അടുത്ത് കാര്യം സാധിപ്പിക്കാൻ വേണ്ടി മാത്രം താൻ ഉദ്ദേശിച്ചാകണം എല്ലാവർക്കും സുഖമില്ല. അത് തൻ്റെ ഭർത്താവിങ്കിൽ നിന്ന് തന്നെ സാധിപ്പിക്കാൻ വേണ്ടി ചതുരമതികളായിട്ടുള്ള നാരികൾ ഉപയോഗിക്കുന്ന കരച്ചിലാണ് അഭിമാനത്തോടു കൂടിയുള്ള കരച്ചിൽ. സ്വതേ രണ്ടു തരത്തിലുള്ള കരച്ചിൽ. അഭിമാനം ഇല്ലാത്ത കരച്ചിൽ, അഭിമാനത്തോടുള്ള കരച്ചിൽ. അഭിമാനിക്കാത്ത എന്താ വെച്ചാൽ എവിടുന്നായാലും വേണ്ടിയ, തന്റെ രാജധാനി തന്റെ ഭവനത്തിനായാലും വേണ്ടിയ, പരഗ്രഹത്തിനായാലും വേണ്ടിയ, യാത്രയിലായാലും വേണ്ടിയ, മറ്റുള്ളവരുടെ ഭവനത്തിനായാലും വേണ്ടിയ, വഴിവക്കത്തിനായാലും വേണ്ടിയ, വേണ്ടപ്പെട്ട ആ ബന്ധുക്കളോ ആ സുഹൃത്തുക്കളോ ആ വേറെ വല്ല മക്കളോ സഹോദരങ്ങളോ അവർക്ക് ആപത്ത് ഒന്നും എവിടുന്നാ ഓടി വരുന്നത്? അല്ലാതെ ഞാൻ ഈ രൂപത്തിൽ ഒന്ന് മേടിച്ചിട്ടു എന്താ അവിടെ എനിക്ക് പുറമേറി എന്താ ഈ വഴിക്ക് പതിവില്ലാണ്ട് ഇറങ്ങാൻ കാരണം അറിഞ്ഞില്ലേ? എന്റെ ഭർത്താവാണോ സഹോദരനോ ചില വഴിയിൽ അപകടത്തിൽ കൊണ്ട് ഇറക്കുന്നത് കഷ്ടേ കിടക്കും. എനിക്ക് ആരുമില്ലല്ലോ, എനിക്ക് ഒന്നും പറയാറില്ല. കാരണം ആപത്തിൽപ്പെട്ട് കിടക്കുക എന്ന് പറയുമ്പോ അറിയാതെ ഉറക്കം നിരോധിക്കുന്നത് അഭിമാനം ഇല്ലാത്ത കരച്ചില. ഇതല്ല, അഭിമാനത്തോടു കൂടിയുള്ള കരച്ചില. തന്റെ വീരവും മാത്രമേ കേൾക്കാറുള്ളൂ. തൻ്റെ അച്ഛൻ കേൾക്കാൻ പാടില്ല, തൻ്റെ അമ്മ കേൾക്കാൻ പാടില്ല, തൻ്റെ മക്കൾ കേൾക്കാൻ പാടില്ല, തൻ്റെ സുഹൃത്തുക്കൾ കേൾക്കാൻ പാടില്ല, സഖികൾ കേൾക്കാൻ പാടില്ല. നമുക്ക് ഉറപ്പിച്ചിട്ട് പറയാൻ പോകുന്നത് ഇതിന് വരൂ, ഇത് നോക്കണമെന്നില്ല. എന്താ എന്നോട് പരിഭവമാണോ? ഇത് നോക്കൂല. ഇതുവരെ എവിടെയായിരുന്നു ഞാൻ പുറമേ അന്ന് പറഞ്ഞായി കുറച്ച് വെള്ളം കൊടുത്തു. ദാഹം നല്ലോണ്ട് അതൊക്കെ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കരയണ്ട കരയെന്ന് പറഞ്ഞാൽ കരയിപ്പിച്ച് കഴിഞ്ഞവരെ കരയിപ്പിക്കും. ആരെ കരയിപ്പിച്ച് അവിടെ തന്നെയാണ് പറയും. അത് വേറെ ആരും കേൾക്കാൻ പാടില്ല. വേറെ ഒരു കേട്ട് കഴിഞ്ഞാൽ തന്റെ പ്രിയതമൻ തന്നെ അടിച്ചിട്ടോ ഇടിച്ചിട്ടോ കൊട്ടിയിട്ടോ ഒടിയിട്ടോ കരയിപ്പിക്കാതെ ഓടിക്കഴിഞ്ഞാൽ തന്റെ ഇഷ്ടം അനീശ്വരനാ. അത് പാടില്ല. എന്നാൽ താൻ ആഗ്രഹിച്ച കാര്യം തന്റെ ഭർത്താവിനും സാധിക്കും വേണം. അതിന് ചതുരമതികളായിട്ടുള്ള നാരികളുടെ സമയം പോലെ ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു സംവത്സരം കൊണ്ടല്ല, ഏത് കാലത്താണോ തന്റെ പ്രിയതമനെ കൊണ്ട് താൻ ആഗ്രഹിച്ച കാര്യം തനിക്ക് സുസാധ്യമാക്കി വെക്കാൻ സാധിക്കുക അത്രയും കാലം കഴിയുന്ന കരച്ചിലാണ് അഭിമാനത്തോടുകൂടിയുള്ള കരച്ചിൽ. വേറെ കേൾക്കാൻ പാടില്ല.